ഹായ് അസ്സലാമു അലൈക്കും. ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വെജിറ്റബിൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു സിമ്പിൾ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ് ഈ ഒരു സാൻഡ്വിച്ച്. ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കുക. അധികം ചിലവൊന്നുമില്ല. ഈ ഒരു സമ്മറിലൊക്കെ നമ്മളങ്ങനെ വീട്ടിലങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. വേഗം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ വീഡിയോ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ക്യാബേജിൻ്റെ കഷ്ണം, 2 ക്യാരറ്റ്, പിന്നെ കുക്കുംബറിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു ക്യാപ്സിക്കം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ ബ്രെഡിൽ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പീസ് പാടില്ല, നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ പിന്നെ അതാ നമുക്കൊരു പാത്രം എടുക്കാം. ആ പാത്രത്തിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, ക്യാപ്സിക്കം അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ സാധാ വറ്റൽമുളകില്ലേ അത് പിന്നെ മിക്സിയിൽ അപ്പോൾ തന്നെ പൊടിച്ചെടുത്തതാണ്. അതൊരു 1.5 സ്പൂണ്. സ്പൈസിക്ക് അനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് 1.5 സ്പൂണ്. പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് മല്ലിച്ചപ്പ്, പുതിനയിലൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ പുളി വേണമെങ്കിൽ 1 സ്പൂണ് വിനേഗറൊക്കെ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മുറി നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും കൂടി ഉപ്പും എരിവൊക്കെ പിടിക്കണ മാതിരി നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇതാ അതിൽ ചേർത്തിയത് മയോണൈസാണ് കേട്ടോ. ഈ ഒരു മയോണൈസ് ഞാനിവിടെ പിന്നെ നാച്ചുറലായിട്ടുള്ള ഉണ്ടാക്കിയതാണ്. കാരണം ഒരു തുള്ളി ഓയിലോ കോഴിമുട്ടയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അത് മയോണൈസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ബട്ടറാണ് കേട്ടോ, 1 സ്പൂണ് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. അത് ബട്ടർ ചൂടും കൊണ്ട് മെൽറ്റ് ആയിക്കുകയാണ്. അപ്പോൾ ബട്ടർ 1 സ്പൂൺ അതിൻ്റെ മുകളിലൊന്നിങ്ങനെ തൂവി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത് വെച്ച കൂട്ടില്ലേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തി ഒന്നിങ്ങോട്ട് അമർത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പുറത്തൊക്കൊന്നും ആവാണ്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കണ മാതിരി വെച്ചിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കൈയും കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. പിന്നെ നമുക്കതിൻ്റെ 4 വശമുള്ള അരികൊക്കെ ഒന്ന് പിന്നെ മുറിച്ച് മാറ്റുക. നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. 4 പുറം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. ഞാനിവിടെ 8 ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത്.
അപ്പോൾ 8 ബ്രെഡും കൊണ്ട് ഞാൻ ഇവിടെ 4 സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതുപോലെ ഉണ്ടാക്കിയെടുക്കഴിഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ ഇതുപോലുള്ള വീഡിയോ ആയിട്ടും വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.